ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫോർമേഷൻ ഓഫ് PDA ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് 2-3 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്താണ് സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് എന്ത് സൊല്യൂഷൻ ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പോൾ നമുക്ക് +2 ലെവലിൽ പഠിക്കാനുണ്ട് എന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇപ്പോൾ dy/dx = f(y) ഡിവൈഡഡ് ബൈ g(x) എന്നാണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ് f(x) അല്ലെങ്കിൽ f(y) g(x) എന്നുള്ള ഫോമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ dy ഡിവൈഡഡ് ബൈ f(y) g(x) dx എന്നെഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഫോമാറ്റിലാണ് കിടക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നത്, സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ആ ഒരു ഇക്വേഷനിൽ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണത് ഇപ്പോൾ ഇനിയൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ളൊരു ഫംഗ്ഷൻ, ഇപ്പോൾ യു എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് n ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ, അതായത് xn നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷനാണ് യു എങ്കിൽ നമ്മളെന്താണ് അതിനെ n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻസ് വേരിയബിൾ, അതായത് ഇപ്പോൾ x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ അപ് ടു xn എന്ന് പറയുന്ന n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ n നമ്പർ ഓഫ് ഫങ്ഷൻസ് ആണ് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്കെന്ത് ഈ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഇതിനെ ഇങ്ങനെ വരുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമുക്കെന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആക്കി മാറ്റാനും കഴിയും. എന്നിട്ട് ആ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് തന്നെ എന്താണ് നമുക്കിനി ബൗണ്ടറി കണ്ടീഷൻസ് തരാതെയും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം, ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടും വരാം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ആയതുകൊണ്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം. അതല്ല തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്, ഫസ്റ്റ് നമ്മളെന്താണ് ജസ്റ്റ് അസ്യൂം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ അത്രയും ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ അതായത് ഇപ്പോൾ xy ആണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 2 എണ്ണമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, = x(x). ഈ x എന്ന് പറയുന്നത് x is a function of x alone and then y of y is a function of y alone. എങ്ങനെ എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് ഇതാക്കി മാറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എന്നിട്ട് ഈ തന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് വെച്ച് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണും. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം അല്ലെങ്കിൽ സെയിം വേരിയബിൾസിൻ്റെ അതിൻ്റെ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഏനി കോൺസ്റ്റൻറ്റ് നമുക്ക് k എന്നോ ലാംഡ എന്നോ m എന്നോ എന്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ലാംഡ എന്ന് എടുക്കുകയാണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് കോൺസ്റ്റൻസ് ആണ് വിളിക്കുന്നത്. അത് വെച്ച് ഇക്വേറ്റ് ചെയ്യും. അതായത് നമുക്ക് എത്ര ഫംഗ്ഷൻസ്, അതായത് എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ നമ്മൾ അത്രയും ഫംഗ്ഷൻസ് എടുക്കും. അപ്പോൾ അത്രയും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിലെ ഓരോ വേരിയബിൾസിൻ്റെയും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് സൊല്യൂഷൻസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് ഓഫ് ദ ഫംഗ്ഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ആ സൊല്യൂഷനാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ദെൻ ഇനിയിപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി
ഈ ഒരു കിട്ടുന്ന സൊല്യൂഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് തരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് 1 to 8 ഓഫ് ദി ഗീവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബൈ മെത്തഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ്. അപ്പോൾ എന്താണ് മെത്തഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ഉപയോഗിച്ച് സൊല്യൂഷൻ കാണാനേ പറഞ്ഞിട്ടുള്ളൂ തന്നിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ux പ്ലസ് uy ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്താണ് partial derivative of u with respect to x plus partial derivative of u with respect to y is equal to 0 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? let us assume that u is a function of x and y, where x is a function of x alone and y is a function of y alone. then നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഈ ഇക്വേഷനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എന്താണ് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതണം. അതിന് ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കുക. ദെൻ നമുക്ക് എന്താണ് നമുക്ക് യു എക്സ് എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? യു എക്സ് എന്ന് കണ്ടു നോക്കുക. യു എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് ഡാഷ് വൈ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താണ് വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. ദെൻ യു വൈ കാണണം. യു വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? വൈ ഡാഷ് എക്സ് എന്ന് കിട്ടും. ഇപ്പോൾ എന്താണ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇത് ഈ ഒരു തന്നിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ കിട്ടിയിട്ടുള്ളത്? അതായത് ഇതിനെ നമുക്ക് 2 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് 3 എന്ന് വിളിക്കാം. Put 2 and 3 in equation 1, we get put 2 and 3 in 1. നമുക്ക് എന്തെന്ന് കിട്ടും? എക്സ് ഡാഷ് വൈ പ്ലസ് വൈ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇനിയാണ് എന്ത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടി ഇതിൻ്റെ പ്രോഡക്റ്റ് മെത്തേഡ് എന്നും കൂടി പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഡാഷ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഡാഷ് എക്സ് എന്ന് എഴുതാം. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ഇനിയാണ് നമ്മൾ മെത്തഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഡാഷ് ഡിവൈഡ് ബൈ വൈ എന്ന് എഴുതുക. ദെൻ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതുക. ലാംഡ എന്താണ്? നമ്മൾ സെപ്പറേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളെന്താണ് ഇതിനെ 2, അതായത് ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടും ഇതും ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 പാർട്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ച് ഇക്വേഷൻസൊക്കെ ഒന്ന് മാറ്റി കളയാം. നമുക്ക് എന്തായിരുന്നു? എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എന്നും വൈ ഡാഷ് ഡിവൈഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ എന്നും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡിവൈഡ് ബൈ സ്മോൾ ഡി എക്സ് ഇൻറ്റു എക്സ് ആണ് ഇസ് ഈക്വൽ ടു ലാംഡ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് വരും? വൈ ഡാഷ് എന്നുള്ളതിന് ഡി വൈ ഡിവൈഡ് ബൈ ഡി വൈ ഇൻറ്റു വൈ ആണ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ എന്ന് എഴുതുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഡി എക്സ് എന്ന് എഴുതി കൊടുക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓൺ ഇൻറ്റഗ്രേറ്റിംഗ് വി ഗെറ്റ്, ഞാനിപ്പോൾ എന്താണ് ആ ഒരു ഭാഗം എഴുതുന്നില്ല, ജസ്റ്റ് എഴുതി വെക്കാം. ഓൺ ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ 2 സൈഡിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എഴുതി പോവുകയാണ്. ദെൻ ഇവിടെ അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. ഇവിടെ എന്താണ്? ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഡി വൈ എന്ന് എഴുതാം. ഓൺ ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി വൈ. ദെൻ നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഗ് എക്സ് എന്ന് കിട്ടും. ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? ലാംഡ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എക്സ് എന്താ നമുക്ക് വരിക? ലാംഡ ഇൻറ്റു എക്സ് എന്ന് വരും. ലാംഡ ഇൻറ്റു എക്സ് എന്ന് വരും. പ്ലസ് എന്താണ്? നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേണം. അപ്പോൾ ലോഗ് C1 എന്ന് കൊടുക്കാം. അടുത്തത് ഇതിൻ്റെ ആൻസറിനകത്ത് എന്ത് വരും? നമ്മളത് ഒരുമിച്ച് ചെയ്ത് പോവുകയാണ്. അവിടെ എന്ത് വരും? ലോഗ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ വൈ പ്ലസ് ലോഗ് C2 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ലോഗ് കളയാൻ വേണ്ടി എക്സ്പോണൻഷ്യൽ എടുക്കുക. ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്
ഇൻ ബോത്ത് ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു C1 e⁴ എക്സ്. ദെൻ ഇവിടെ എന്ത് കിട്ടും? y ഇസ് ഈക്വൽ ടു C2 e⁻ λy എന്ന് കിട്ടും. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? u ഇസ് ഈക്വൽ ടു xy എന്നായിരുന്നു. സോ ആ ഒരു ഇക്വേഷൻ നമ്മളൊരു പേര് കൊടുക്കണം. ദെൻ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഇതിന് 2 പേര് കൊടുക്കുക. ഇതിനൊരു 4 എന്നും ഇതിനൊരു 5 എന്നും പേര് കൊടുക്കുക. എന്താണ് ഈ 4ഉം 5ഉം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? C1 e⁻x ഇൻറ്റു C2 e⁻ λy ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി. സോ നമുക്ക് എന്താണ്? പുട്ട് C1 ആൻഡ് C2, അതായത് C1 ഇൻറ്റു C2 ഇസ് ഈക്വൽ ടു C. ഒരു പുതിയ കോൺസ്റ്റൻ്റ് ആണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? C1ഉം C2ഉം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? C എന്ന് എഴുതാം. C എന്ന് വെറുതെ എഴുതാം. ദെൻ e⁻λx ഇൻറ്റു e⁻ -λy നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ പുറത്തെടുക്കാം ആദ്യം. e⁻λ ഇൻറ്റു x മൈനസ് y എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന എന്ത് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബൗണ്ടറി കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഇനി ഫർദറായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത് ഇത് നമുക്ക് ആ ഒരു മെത്തേഡ് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ux മൈനസ് uy ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് let us assume that u is equal to x and y, where x is a function of x alone and y is a function of y alone. നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷന് ഒരു പേര് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. ദെൻ ഇതിനെ നമുക്ക് 2 എന്ന് കൊടുക്കാം. കാരണം നമുക്ക് ഇത് താഴേക്ക് പോകുമ്പോൾ അങ്ങനെ ആവശ്യം വരും, ഈ ഇക്വേഷൻ്റെ പേര് ആവശ്യം വരും. സോ നമ്മൾ അത് പേര് കൊടുത്ത് പോവുകയാണ്. ദെൻ ഫൈൻഡ് ux എന്ത് വരും? x-y എന്ന് വരും. ദെൻ ഫൈൻഡ് അതിന് നമുക്ക് 3 എന്ന് പേര് കൊടുക്കാം. ദെൻ uy ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? y-x എന്ന് കൊടുക്കാം. അതിന് 4 എന്ന് പേര് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 and 4 in equation 1 we get x-y minus y-x is equal to 0. That is x-y minus x-y is equal to y-x എന്ന് കിട്ടും. Then equating it with separating constant lambda. ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം അപ്ലൈ ചെയ്യണം. അപ്പം എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് ഡിവൈഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ, ദെൻ വൈ ഡാഷ് ഡിവൈഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഡി എക്സ്. ദെൻ ഇവിടെ എന്ത് വരും? dy ഡിവൈഡ് ബൈ dy മീൻസ് dy ഡിവൈഡ് ബൈ y is equal to lambda small dy എന്ന് എഴുതാം. On integrating both equations on both sides we get എന്തെന്ന് കിട്ടും? log x is equal to lambda x into lambda x plus log c1 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്ത് കിട്ടും നമുക്ക്? log y is equal to lambda y plus log c2 എന്ന് കിട്ടും. ഇനി taking exponential on both sides in both equations we get x is equal to e to the power lambda x c1 into e to the power lambda x, then y is equal to c2 into e to the power lambda y. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് അപ്പോൾ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എത്രയായിരുന്നു? 5 എന്നും 6 എന്നും കൊടുക്കാം. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇക്വേഷൻ ഇൻ 2 വി ഗെറ്റ് u ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു c1 c2 e റൈസ് ടു ലാംഡ ഇൻറ്റു എക്സ് ഉണ്ട്, പിന്നെ എന്ത് വരും? പ്ലസ് വൈ എന്ന് വരും അല്ലേ? ഇതിനകത്ത് പുട്ട് c1 ഇൻറ്റു c2 ഈസ് ഈക്വൽ ടു c എന്ന് കൊടുക്കുക. ദെൻ നമ്മൾ ഈ c വേണ്ട സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പിൽ ഇവിടെ മായ്ച്ച് കളഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.
അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കാണാം. സോ നമ്മളെന്താണ് സൊല്യൂഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ y സ്ക്വയർ ഇൻറ്റു യു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു യു വൈ ഈസ് ഈക്വൽ ടു 0. Let us assume that u is equal to x into y. Then x is a function of x alone and y is a function of y alone. ഇതിന് പേര് കൊടുക്കാം. Then finding ux we get x dash y. Then finding uy we get y dash x. On substituting in equation 1 we get y square into x dash y minus x square into y dash x is equal to 0. Then അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലാണ് ഇത് ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് എഴുതേണ്ടത്. ഞാനിവിടെ തന്നെ എഴുതുകയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ്, അതായത് ഇവിടെ ഒരു എക്സ് സ്ക്വയർ കൂടി എടുക്കുന്നുണ്ട്, അതിനെ നമുക്ക് ഇവിടെ താഴേക്ക് എഴുതാം, എക്സ് സ്ക്വയർ എഴുതാം. ദെൻ വൈ ഡാഷ് ഡിവൈഡ് ബൈ y ഇൻറ്റു ഇവിടെ ഒരു വൈ സ്ക്വയർ എടുക്കുന്നുണ്ട്, അതിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതാം. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ലാംഡ വെച്ച് കയറ്റി. ലാംഡയുടെ പേരെന്താണ്, സെപ്പറേറ്റിംഗ് കോൺസ്റ്റൻറ്റ് എന്നാണ് ലാംഡയുടെ പേര് വരുന്നത്. ദെൻ ഇപ്പോൾ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി 2 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് ഓരോന്നിനെയും ലാംഡ വെച്ച് കയറ്റി. എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എന്തെന്ന് എഴുതാം, എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പിന്നെന്താണ് ഒരു ഡി എക്സും കൂടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ് ഡാഷിനെ ഡി എക്സ് എന്ന് എഴുതണം. ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് സ്ക്വയർ ഇൻറ്റു സ്മോൾ ഡി എക്സ് എന്ന് കിട്ടി. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഡി വൈ ഡിവൈഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വൈ സ്ക്വയർ ഡി വൈ എന്ന് എഴുതാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇൻ ബോത്ത് ഇക്വേഷൻസ് വി ഗെറ്റ് എന്താണ് ലോഗ്, അതായത് ഇൻറ്റഗ്രൽ. ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇവിടെ തന്നെ എഴുതുകയാണ്, ഇൻറ്റഗ്രലിൻ്റെ സൈൻ ഇടുകയാണ്. അപ്പോൾ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ലാംഡ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ലോഗ് c1. ദെൻ ഇവിടെ y ലോഗ് y ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഇവിടെ ലാംഡ ഇൻറ്റു വൈ ക്യൂബ് ബൈ 3 പ്ലസ് ലോഗ് c2 എന്ന് കിട്ടും. നമ്മളെന്ത് ചെയ്യും, taking exponential on both sides in both equations we get എന്താണ് കിട്ടുക, x is equal to c1 e to the power lambda by 3x cube. then ഇവിടെ എന്ത് കിട്ടും, ഇവിടെ y is equal to c2 e raised to lambda by 3 y raised to 3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം, ഈ 2 ഇക്വേഷൻസിന് നമ്മൾ പേര് കൊടുക്കണം. പേര് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് ഈ 2 ഇക്വേഷൻ എടുത്തിട്ട് നമ്മളെന്താണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുക, എക്സും വൈയും. അതിൻ്റെ മുമ്പ് എന്ത് കൊടുക്കുക, c1 ഇൻറ്റു c2 ഇസ് ഈക്വൽ ടു c ആണെന്ന് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, u ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു c1 c2 e റൈസ് ടു ലാംഡ ബൈ 3 പുറത്തെടുക്കുക, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ c1 ഇൻറ്റു c2ന് പകരം ഞാൻ പുതിയ c കൊടുക്കുക. ഇതാണ് നമുക്ക് എന്താണ് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ux പ്ലസ് യു വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു യു എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വരും, മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് us assume that u is equal to function of x and y where x is a function of x alone and y is a function of y alone. പേര് കൊടുക്കുക ഫസ്റ്റ് ഇക്വേഷൻ and this is the second equation. then finding ux we get x dash y, then uy is equal to y dash x എന്ന് പേര് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ. അപ്പോൾ ഇതിന് പേര് കൊടുക്കണം. ഇതിനെന്താ പേര്, ഇതിനൊരു 3, ഇതിനൊരു 4 എന്ന് പേര് കൊടുക്കുക. then എന്താണ് 3ഉം 4ഉം എടുത്ത് നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ, എക്സ് ഡാഷ് വൈ പ്ലസ് വൈ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എന്ത് വരും, എക്സ് ഇൻറ്റു വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പോൾ തന്നെ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെഴുതാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ് വൈ എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം,
ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻസ് ഓഫ് വേരിയബിൾസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഡാഷ് വൈ കിടക്കുന്നുണ്ട്, ഇവിടെ എക്സ് വൈ കിടക്കുന്നുണ്ട്, ഇവിടെ വൈ എക്സ് വൈ കിടക്കുന്നുണ്ട്. മീൻസ് ഇത് എക്സ് ഇൻറ്റു എക്സ് വൈയും കിടക്കുന്നുണ്ട്, പിന്നെ വൈ ഇൻറ്റു എക്സ് വൈയും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ചെയ്തു പോവാം. അപ്പോൾ അതിനകത്ത് എന്താണ്, ഇവിടെ എക്സ് ഡാഷ് ഉണ്ട്, അതുപോലെ ഇവിടെ നമുക്ക് എക്സ് ഉള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ രണ്ടിനെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ എക്സ് ഡാഷ് വൈ മൈനസ് സ്മോൾ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, ഈ സാധനത്തിന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്താണ് വരിക, എക്സ് വൈ സ്മോൾ വൈ മൈനസ് വൈ ഡാഷ് എക്സ് എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് എന്താണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ രണ്ടിലും ആരുണ്ട്, എക്സ് ഉണ്ട് വൈയും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതിനകത്ത് വൈ ഉണ്ട്, ഇതിനകത്തും വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡാഷ് മൈനസ് സ്മോൾ എക്സ് ഇൻറ്റു എക്സ്, ആ വൈനെ നമുക്ക് പുറത്തെഴുതാം, ഇക്വൽ ടു എങ്ങനെ എഴുതാം, നമുക്കിവിടെ വൈ എക്സ്, ഇവിടെ എന്താണ് എക്സ് ഇതിലുണ്ട്, ഇതിനകത്ത് എക്സ് ഉണ്ട്, നമുക്ക് എക്സ് ആവശ്യമില്ല. വൈ ഇൻറ്റു സ്മോൾ വൈ മൈനസ് വൈ ഡാഷ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് തൽക്കാലം ലാംഡാന്ന് എഴുതാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ഈ വൈനെ ഇങ്ങോട്ടും, ഇവിടെ എന്താ ഇത് എക്സ് അല്ല പുറത്തെടുത്ത്, എക്സിനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്താ എക്സ് ഞാനിവിടെ നിന്ന് തൽക്കാലം അയച്ച് കളഞ്ഞിട്ട് പുറത്ത് എഴുതുകയാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ലാംഡ വെച്ച് താഴേക്ക് സെപ്പറേറ്റ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇവിടെ എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് വേണ്ട, മൈനസ് സ്മോൾ എക്സ് എന്ന് എഴുതാം, കാരണം എക്സും ഒക്കെ ക്യാൻസലായി പോവും. ഈസ് ഈക്വൽ ടു എന്താണെന്ന് ലാംഡ എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്തെഴുതാം, സ്മോൾ വൈ മൈനസ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ എന്നെഴുതാം. ഇവിടെ ഡിവിഷനിൽ വൈ വരും, അതായത് ഇത് ക്യാൻസലായി പോവും, പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററിൽ വൈ വരും. ദെൻ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഇതിൻ്റെ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക, ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക, ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ വൈനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും, നമുക്ക് വൈ ഡാഷ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ലാംഡ എന്നും, ഇവിടെ എന്ത് വരും, ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് എക്സ് എന്നും കിട്ടും. ഇനി എന്താ ചെയ്യുക, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഡി എക്സ് എടുക്കാൻ കിട്ടും. അപ്പോൾ എന്താ ചെയ്യുക, എക്സ് ഡാഷ് അതായത് ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് എക്സ് ഇൻറ്റു സ്മോൾ ഡി എക്സ്. പിന്നെ ഇവിടെ എന്ത് കിട്ടും, വൈ ഡാഷ് എന്നുള്ളതിന് ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് ലാംഡ ഇൻറ്റു സ്മോൾ ഡി വൈ. ദെൻ എന്താണ്, ഇൻറ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഇൻ ബോത്ത് ഇക്വേഷൻസ് വി ഗെറ്റ്, ഇതാ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ ഞാനിങ്ങനെ ഇട്ട് പോവുകയാണ്. അടുത്ത നിങ്ങളെന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയിട്ട് താഴേക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ലോഗ് എക്സ് എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും, ലാംഡ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും, പ്ലസ് എന്താണ് ഒരു ലോഗ് C1 എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടെ ലോഗ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, വൈ ഇൻറ്റു അതായത് ഇവിടെ വൈ സ്ക്വയർ ബൈ 2 മൈനസ് ലാംഡ വൈ എന്ന് കിട്ടും, പ്ലസ് ലോഗ് C2 എന്ന് കിട്ടും. ദെൻ ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ എടുക്കുക, ഇവിടെ എടുക്കുക, ഇവിടെ ഈ എടുക്കുക, ഇവിടെ ഈ എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇതാ ഈ മൊത്തം സാധനം ഒന്നിച്ചാക്കിയിട്ട് ഇത് ഈ സാമാനത്തിൽ അതായത് C1 നമ്മൾ സെപ്പറേറ്റ് ആയിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു C1 ഇ റൈസ് ടു ലാംഡ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, ഇ റൈസ് ടു വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് ലാംഡ വൈ ഇൻറ്റു C2 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യുക, ഓൺ substituting x and y in equation 2 we get that is u is equal to C1 C2 e raised to lambda x plus x square divided by 2 plus
എന്താണ് y² ഡിവൈഡ് ബൈ 2 മൈനസ് ലാംഡ y എന്ന് കിട്ടും. നമുക്കിതിനെന്ത് ചെയ്യാം? ഇതിനകത്ത് ലാംഡ എക്സ്, അതായത് ലാംഡ ഉള്ള ടേംസ് ഉണ്ട്, ലാംഡ ഇല്ലാത്ത ടേംസ് ഉണ്ട്. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 2 ഉള്ളതും 2 ഇല്ലാത്തതും ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് C1 ഇൻറ്റു C2 ഈക്വൽ ടു ഒരു C എന്ന് കൊടുക്കുക. അപ്പോൾ u ഈസ് ഈക്വൽ ടു C ഇൻറ്റു ഇ റേസ് ടു ലാംഡ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് 1/2 ഇൻറ്റു x² പ്ലസ് y² എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ എക്സ്പോണൻഷ്യലിൻ്റെ പവറിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. x² ഇൻറ്റു യു എക്സ് പ്ലസ് y² ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? 0 എന്നാണ്. ഇവിടെ എന്താണ്? x² ഇൻറ്റു യു എക്സ് പ്ലസ് y² ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്താണ്? അസ്യൂമിങ് ദാറ്റ് യു ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, ദെൻ x is a function of x alone and y is a function of y alone. That is equation 2. Then ഇതിന് equation 1. u x is equal to x dash y, then u y is equal to y dash x ആണ്. On substituting 3 and 4 in equation 1 we get x² into capital XY x dash y plus small y² into capital X into y dash is equal to 0. നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കണം. അപ്പോൾ എക്സ് ഡാഷ് വൈ ഇൻറ്റു x² ഇസ് ഇക്വൽ ടു മൈനസ് y² ഇൻറ്റു വൈ ഡാഷ് എക്സ് ആണ്. ഇനി എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, വൈനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? capital X by X, then y dash by capital Y. ഇനി എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് എന്താണ് രണ്ടും സെപ്പറേബിൾ ഫോമിലായിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് വിത്ത് ലാംഡ, where ലാംഡ ഈസ് എ സെപ്പറേറ്റിംഗ് കോൺസ്റ്റൻറ്റ്. ഇനി എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എക്സ് ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ x² എന്ന് എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? y ഡാഷ് ബൈ y ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ y² എന്നെടുക്കാം. ഞാൻ അതൊക്കെ മാച്ച് കളിയാണ്, ഇവിടെ സ്ഥലമില്ലാത്ത കാരണം. അടുത്ത എന്താണ്? dx ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ x² dx. then y, അതായത് dy by y is equal to minus lambda by y² into dy എന്ന് എഴുതാം. then എന്ത് ചെയ്യാം? integrating on both sides in both equations we get, നമ്മൾ ഇവിടെ തന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇൻ്റഗ്രൽ സൈൻ ഇടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ലോഗ് എക്സ് എന്ന് കിട്ടും. then ഇവിടെ എന്ത് കിട്ടും? ലാംഡ മൈനസ്, അതായത് 1/x⁴ ഇൻ്റഗ്രൽ എന്ത് വരും? x⁻² ആണ്, പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? x⁻1 ഡിവൈഡ് ബൈ -1 വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് x⁻1 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഈ ഡിനോമിനേറ്ററിലെ മൈനസ് നമുക്ക് എവിടെ എഴുതാം? എക്സിൻ്റെ മുന്നിൽ എഴുതാം. ഇതിന് x⁻1 ഉണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? -1/x എന്ന് എഴുതാം. ഇത്രയുള്ള സാധനം. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ്? ആൻസർ എന്താണ്? -1/x ആണ്. ദെൻ എന്താണ്? പ്ലസ് നമുക്ക് എന്തെന്ന് കിട്ടും? ഒരു ലോഗ് C1 കിട്ടും. ദെൻ ഇവിടെ എന്താണ്? ലോഗ് y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ മൈനസ് y, അതായത് -1/y എന്ത് വരും? +1/y ആവും. പിന്നെന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാകാനാണ്, ലാംഡയാണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ y പ്ലസ് ലോഗ് C2 എന്ന് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ് ഇൻ ബോത്ത് ഇക്വേഷൻസ് വി ഗെറ്റ് എന്ത് കിട്ടും? x is equal to e raised to minus lambda by x plus എന്താണ്? ഇൻറ്റു C1 എന്ന് വരും. ഇവിടെ y is equal to നമുക്ക് എന്ത് കിട്ടും? e raised to lambda by y
ഇൻറ്റു C2 എന്ന് കിട്ടും. Then substituting equation എത്രയാണ് 3 and 4 in equation 2 we get u equal to C1 C2 e raised to minus lambda by x plus lambda by y, where C1 into C2 is equal to C, then put x equal to C into e raised to, ഈ ലാംഡേനെ ഞാൻ പുറത്തെടുക്കുകയാണ്, അതുപോലെ തന്നെ 1/y മൈനസ് 1/x എന്ന് എഴുതി കൊടുക്കുകയാണ്. നമുക്ക് എന്തെന്ന് കിട്ടും C into e raised to ലാംഡ ഇൻറ്റു 1/y മൈനസ്, അതായത് 1/y മൈനസ് 1/x എന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രയാണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? y cube ux plus x square y is equal to 0 എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇതിന് ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കുക. അതടുത്ത് എന്താണ്? let us assume that u is equal to a function of x and y. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും, അതായത് എത്ര പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണുള്ളത്, അതായത് വിത്ത് റെസ്പെക്ട് ടു എന്താണ് 2 വേരിയബിൾസ്. അപ്പോൾ നമ്മൾ അത്രയും നമ്പർ ഓഫ് ഫങ്ഷൻസ് എടുക്കണം. where x and y are functions of x is function of x alone and y is a function of y alone. നമുക്ക് അതിനൊരു പേര് കൊടുക്കുക. ദെൻ യു എക്സ് നമുക്ക് നമ്മുടെ ഇക്വേഷനിലുണ്ട്. അപ്പോൾ യു എക്സ് എടുക്കുക. യു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ആണ്, അതിനൊരു 3 പേര് കൊടുക്കാം. ദെൻ യു വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് എക്സ് ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? വൈ ക്യൂബ് ഇൻറ്റു എക്സ് ഡാഷ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? വൈ ക്യൂബ് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് എക്സ് എന്ന് എഴുതി കൊടുക്കുക. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഡാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സിനെ ഡിനോമിനേറ്ററിൽ എഴുതുക. അതുപോലെ തന്നെ ആ എക്സ് സ്ക്വയറിനെ നമുക്ക് ഇങ്ങോട്ട് ഡിനോമിനേറ്ററിൽ എഴുതാം. ഇസ് ഈക്വൽ ടു വൈ ഡാഷ്, അതായത് മൈനസ് വൈ ഡാഷ് ഡിവൈഡഡ് ബൈ വൈ ക്യൂബ് ഇൻറ്റു വൈ. ഈ വൈനെ ഇങ്ങോട്ട് എടുക്കുക. ഈസ് ഈക്വൽ ടു എന്താണ്? സെപ്പറേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്യാം. ഇതിനിപ്പോൾ നമുക്ക് എന്താണ്? വേരിയബിൾ സെപ്പറബിളായി, അതായത് നമ്മൾ വേരിയബിൾസിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഓരോന്നിനെയും, അതായത് രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതണം. ഇക്വേറ്റീവ് കിട്ടില്ലാണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡാഷിനെ ഞാൻ ഇപ്പോൾ തന്നെ എഴുതുകയാണ്. ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതുകയാണ്. ദെൻ അടുത്തത് എന്താണ്? വൈ ഡാഷ്. അതിനെ നമുക്ക് ഇപ്പോൾ തന്നെ ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു ലാംഡ, അതായത് മൈനസ് ലാംഡ. ഞാൻ ഈ മൈനസിന് ഇങ്ങോട്ട് എടുക്കണം. മൈനസ് ലാംഡ ഡി വൈ ഇൻറ്റു എന്തുണ്ട്? ഒരു വൈ ക്യൂബും കൂടി എടുക്കുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓൺ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇൻ ബോത്ത് ഇക്വേഷൻസ് വി ഗെറ്റ്, നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താണ്? ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു ലാംഡ പ്ലസ് എന്താണ്? ഒരു ലോഗ് C1 കിട്ടും. ദെൻ ഇവിടെ ലോഗ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് y raised to 4/4 into lambda plus log C2 എന്ന് കിട്ടും. Then taking exponential on both sides in both equations we get x is equal to C1 e raised to x cube divided by 3. Then ഇവിടെ y is equal to C2 e raised to minus y raised to 4/4 into lambda എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത യു ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് എന്താണ് ഇതിനൊരു പേര് കൊടുക്കുക. എത്രയായിരുന്നു? 5 6 കൊടുക്കാം. ഈ 5 6 എന്ത് ചെയ്യണം? അതെടുത്ത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ യു ഈക്വൽ ടു എക്സ് വൈ ആണ്. ഇസ് ഈക്വൽ ടു എക്സ് എന്താണ്? C1 റേസ് ടു എക്സ് ക്യൂബ് ബൈ 3 ഇൻറ്റു ലാംഡ. ദെൻ C2 ഇൻറ്റു, അതായത് y ആണ്, C2 ഇൻറ്റു e റേസ് ടു മൈനസ് ലാംഡ y റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ആണ്. ദെൻ എന്ത് ചെയ്യണം? പുട്ട് C1 ഇൻറ്റു C2 ഈക്വൽ ടു C. Then we can write C into e raised to
ലാംഡേനെ പുറത്തെടുക്കുക. എന്ത് ചെയ്യാം? എക്സ് ക്യൂബ് ബൈ 3 മൈനസ് വൈ ക്യൂബ് ബൈ 4. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് 2x ഇൻറ്റു യു എക്സ് മൈനസ് 3y ഇൻറ്റു യു വൈ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ആദ്യം തന്നെ ഇതിന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് എഴുതുക. അപ്പോൾ 2x ഇൻറ്റു യു എക്സ് മൈനസ് എന്നുള്ളത് എന്താവും? ആ സൈഡിൽ എഴുതുമ്പോൾ 3 ഇൻറ്റു വൈ ഇൻറ്റു യു വൈ എന്ന് കിട്ടും. ഇതിന് പേരൊന്നും കൊടുക്കേണ്ട തൽക്കാലം. നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ആവശ്യമില്ലല്ലോ ഇനി. സോ ദെൻ അസ്യൂം ദാറ്റ് യു ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ. ഇവിടെ എത്രയാണ്? യു എക്സും യു വൈയും എടുക്കുന്നുണ്ട്. അതായത് യുവിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഫംഗ്ഷൻസിനെ എടുക്കണം. അസ്യൂമിങ് ദാറ്റ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സിലോൺ ആൻഡ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എലോൺ. ഇതിന് രണ്ടെന്ന് പേര് കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ഇക്വേഷൻ. സോ ദെൻ യു എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? എക്സ് ഡാഷ് വൈ ആൻഡ് യു വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ് എക്സ് എന്ന് വരും. ഞാൻ ഇങ്ങനെ എഴുതി. ഇത് നമ്മളെല്ലാ ഇക്വേഷനും ഇങ്ങനെ തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. സോ നമുക്ക് എന്തെഴുതാം? 2x ഇൻറ്റു എക്സ് ഡാഷ് വൈ ഇസ് ഈക്വൽ ടു 3y ഇൻറ്റു വൈ ഡാഷ് എക്സ് എന്ന് എഴുതാം. ഇൻറ്റു അത്രേ ഉള്ളൂ. ഇനി എന്താ ചെയ്യാം? നമുക്ക് y ഇങ്ങോട്ട് എടുക്കാം, എക്സിനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 2x ഇൻറ്റു എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 3y ഇൻറ്റു വൈ ഡാഷ് ഡിവൈഡഡ് ബൈ വൈ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ലാംഡ, where ലാംഡ is a separating constant. Then equating both ordinary differentiation equation with lambda. അപ്പോൾ എന്തെന്ന് കിട്ടും? എക്സ് ഡാഷ് ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. ഞാൻ ഈ 2xനെ ഇങ്ങോട്ട് എടുത്ത് ഇവിടെ ഡിനോമിനേറ്ററിൽ എഴുതാം. ദെൻ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം 3y ബൈ, അതായത് വൈ ഡാഷ് ഡിവൈഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 3y എന്ന് എഴുതാം. ദെൻ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ, ഈ എക്സിനെ വൈനെ മാറ്റി എഴുതാം. എന്ത് ചെയ്യാം? ഇവിടെ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ സ്മോൾ ഡി എക്സ് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡി എക്സ് ആൻഡ് ഇവിടെ സ്മോൾ ഡി എക്സ് അല്ല, ഇവിടെ ഡി വൈ ആണ്, തെറ്റരുത്. ഇനി എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. സൈൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? ഇവിടെ ഈ ലാംഡ ബൈ 2 പുറത്ത് വെച്ചാൽ മതി. ദെൻ ഇത് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് സ്മോൾ എക്സ്. അപ്പോൾ എന്ത് വരും? ഇവിടെ ലാംഡ ബൈ 2 ഉണ്ട്. ദെൻ ഇവിടെ പ്ലസ് ലോഗ് C1 എന്ന് വരും. ദെൻ അടുത്ത ഇക്വേഷൻ എന്താവും? ലോഗ് y ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 3 ഇൻറ്റു ലോഗ് സ്മോൾ വൈ പ്ലസ് ലോഗ് C2 എന്ന് വരും. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇതിനെ ലോഗ്, അതായത് ലാംഡ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ ബൈ 2 എന്താണ്? എക്സ് ടു ദ പവർ എന്ന് എഴുതാം. അതായത് ലോഗ് എ റേസ് ടു എക്സ് ആണ് എന്ത്? എക്സ് ലോഗ് എന്നുള്ളത്. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യണം. എന്താണ്? വൈ ടു ദ പവർ ലാംഡ ബൈ 3 എന്ന് എഴുതി കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു സ്മോൾ എക്സ് ടു ദ പവർ ലാംഡ ബൈ 2. Then ഇവിടെ എന്ത് കിട്ടും? ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് y is equal to C2 into സ്മോൾ y raised to lambda by 3 എന്ന് കിട്ടും. then ഇതിന് പേര് കൊടുക്കാം, 5 6 എന്നൊക്കെ പേര് കൊടുക്കാം. നിങ്ങൾ ഓർഡറിൽ പേര് കൊടുത്ത് പോകണം. ഞാൻ ഇപ്പോൾ ഇത് മാച്ച് കളഞ്ഞ കാരണം കാണാനില്ല എന്താ ചെയ്തിട്ടുള്ളതെന്ന്. then u is equal to x into y implies C1 C2 into x to the power lambda by 2 and y to the power lambda by 3. Put C1 into C2 is equal to C. We get u is equal to C into x raised to lambda by 2 into y raised to lambda by 3.
ഇതാണ് നമുക്ക് എന്ത് റെക്കോർഡായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത UXX is equal to മൈനസ് UYY is equal to 0 എന്നാണ്. അപ്പോൾ എന്താണ് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്, അതായത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ആസ്യം അതുപോലെ അപ്പോൾ ഇവിടെ എന്താണ് എക്സിലും വൈയിലും മാത്രമേ യൂനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കാരണം നമുക്ക് എന്താണ് രണ്ട് ഫങ്ഷൻസ് ചൂസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് U equal to X and Y where X is a function of X alone and Y is a function of Y alone. ഇതിനൊരു പേര് കൊടുക്കാം, 1 2 എന്ന് പേര് കൊടുക്കാം. ദെൻ നമുക്ക് UX കണ്ടുപിടിക്കാം. UX എന്താണ്, X dash Y ആണ്. UXX is equal to X double dash Y ആണ്. ദെൻ UY is equal to എന്താണ്, Y dash into X ആണ്. UYY is equal to Y double dash X ആണ്. ഇനി എന്ത് ചെയ്യാൻ മതി, ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, X double dash Y minus Y double dash X is equal to 0 എന്നാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഈക്വൽ ടു പുറത്തേക്ക് എടുക്കാം. തൽക്കാലം നമുക്ക് ഈക്വൽ ടു കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്താ സെപ്പറേറ്റ് ചെയ്ത് X double dash by X is equal to Y double dash by Y is equal to lambda എന്ന് എഴുതാം. For lambda is a separating constant. ദെൻ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഓരോ ഇക്വേഷനെ സെപ്പറേറ്റ് ആയിട്ട് ലാംഡ വെച്ച് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ X double dash by X is equal to lambda, then Y double dash by Y is equal to lambda. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കാണാറ്, നമുക്ക് ഇങ്ങനെ എഴുതാം, X double dash minus lambda X is equal to 0 എന്നും Y double dash minus lambda Y is equal to 0 എന്നും എഴുതാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, d²y/dx² ഇൻറ്റു ലാംഡ വൈ എന്നാണ്, അല്ലെങ്കിൽ ലാംഡ എക്സ് എന്നാണ് കിടക്കുന്നത്. മീൻസ് ലാംഡ വൈ ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, m² മൈനസ് ലാംഡ എന്ന് എഴുതാം. ഇവിടെയും നമുക്ക് എന്താണ് m² മൈനസ് ലാംഡ വൈ എന്ന് ലാംഡ എന്ന് എഴുതാം. ഇസിക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാമല്ലോ ഇതിനകത്ത് 3 കേസ് വരുന്നത്, എന്താണ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്സ് റൂട്ട് വരും, റിയൽ ആൻഡ് ഈക്വൽ റൂട്ട് വരും, ദെൻ ഇമാജിനറി റൂട്ട് വരും. അപ്പോൾ ആ കേസിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യാറെന്ന് നമുക്കറിയാം, സൊല്യൂഷൻ എടുക്കാറെന്ന് നമുക്കറിയാം. Y ഈക്വൽ ടു റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ C1 Y1 പ്ലസ് C2 Y2 എന്നാണ്. ദെൻ റിയൽ ആൻഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ C1 പ്ലസ് C2 X e raised to ലാംഡ എക്സ് എന്നാണ്, അല്ലെങ്കിൽ എന്താ 1/1 കൊടുത്താൽ മതി. ദെൻ അടുത്തതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, e raised to ആൽഫ പ്ലസ് I ബീറ്റ എന്നാണ്. ദെൻ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് C1 e raised to alpha into C1 cos ബീറ്റ പ്ലസ് I സൈൻ ബീറ്റ ഇൻറ്റു C2 എന്ന് ആണ്. സോ നമുക്ക് എന്താണ് ഇവിടെ അത് യൂസ് ചെയ്യണം. സോ നമുക്ക് എന്താണ് m² is equal to ലാംഡ എന്നുണ്ട്. സോ m is equal to പ്ലസ് ഓ മൈനസ് റൂട്ട് ലാംഡ എന്നാണ്. ഇവിടെ നമുക്ക് എന്താണ് m² is equal to നമുക്ക് എന്താണ് ലാംഡ എന്ന് എഴുതാം. ഒരു m is equal to റൂട്ട് പ്ലസ് ഓ മൈനസ് ലാംഡ ആണ്. അപ്പോൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് എഴുതാം x is equal to സ്മോൾ അങ്ങനെയാണ് a ഇൻറ്റു e raised to റൂട്ട് ലാംഡ എക്സ് എന്നും പ്ലസ് b ഇൻറ്റു e raised to മൈനസ് റൂട്ട് ലാംഡ എക്സ് എന്നും എഴുതാം. y is equal to നമുക്ക് ഇങ്ങനെ എഴുതാം c ഇൻറ്റു e raised to ലാംഡ റൂട്ട് ലാംഡ y എന്നും പ്ലസ് d ഇൻറ്റു e raised to മൈനസ് ലാംഡ റൂട്ട് ഓഫ് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ഓഫ് റൂട്ട് ലാംഡ ഇൻറ്റു y എന്ന് എഴുതാം. ദെൻ എന്താണ് ഇതിന് പേര് കൊടുക്കുക, 4 5 പേര് കൊടുത്താൽ മതി. ദെൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2 വി ഗെറ്റ് u ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, ഞാൻ എക്സും വൈ എഴുതുന്നില്ല, a ഇൻറ്റു e raised to ലാംഡ റൂട്ട് ലാംഡ എക്സ് പ്ലസ് b ഇൻറ്റു e raised to മൈനസ് റൂട്ട് ലാംഡ എക്സ് ഇൻറ്റു c ഇൻറ്റു e raised to റൂട്ട് ലാംഡ വൈ ഇൻറ്റു പ്ലസ്
ഡി ഇൻറ്റു ഇ റേസ് ടു മൈനസ് റൂട്ട് ലാംഡ വൈ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷന് ഏതൊക്കെ വേരിയബിൾസ് വെച്ച് എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നോക്കും. അത്രയും ഫങ്ഷൻസിനെ നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് എന്താണ് അതിനൊക്കെ പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് യു ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനാണോ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ആ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ആ നമ്പർ ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് എഴുതും. അപ്പോൾ നമുക്ക് അത്രയും ഫങ്ഷൻസ്, അതായത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ നമ്പർ ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫങ്ഷൻ എഴുതാൻ സാധിക്കും. സോ നമ്മളെന്താണ് അങ്ങനെ എഴുതും, നമ്മളങ്ങനെ അസ്യൂം ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അതിനൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ പോലെ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഇക്വേറ്റ് ചെയ്യും, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആക്കി മാറ്റിയിട്ട് നമ്മളെന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണും. നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ, അതായത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ എഴുതും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് കേസ് വരുന്നത് എന്താണ്, ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.